പ്രോ ലൈഫിന്റെ വരുമാനം എന്ന് പറയുന്നത് ടീമുകളുടെ സൗഹാർദ്ദം എന്നും നിലനിൽക്കാനുള്ള ഒരു വരുമാനമാണ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈക്വൽ റാങ്ക് ഇൻകം എന്ന് പറയും. ഈക്വൽ റാങ്ക് ഇൻകം. ഇതിനെ ഡയഗ്രാം വൈസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കമ്പനിയുടെ ഈ റാങ്ക് എലിജിബിൾ ആവാൻ മിനിമം അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തണം. അങ്ങനെ നിങ്ങൾ അഫിലിയേറ്റ് ആയി മാറിയാലാണ് ഈക്വൽ റാങ്കിന് എലിജിബിൾ ആവുന്നത്. നിങ്ങളുടെ ടീമിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കൊണ്ടുവന്നവരുണ്ടാകാം, അവരുടെ ത്രൂ വേറെയും ആളുകൾ ഇതേപോലെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. ഈ വരുന്ന നെറ്റ്വർക്കില്, ടോട്ടൽ നെറ്റ്വർക്കില് നിങ്ങളുടെ അതേ റാങ്കിലേക്ക് ആരെങ്കിലും എത്തിയാൽ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് കൊണ്ടുവന്ന ആളുകൾ മാത്രമല്ല, നിങ്ങളുടെ നെറ്റ്വർക്കിൽ ആരെങ്കിലും നിങ്ങളുടെ അതേ റാങ്കിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം നിങ്ങളുടെ അതേ റാങ്കിലേക്ക്, അഫിലിയേറ്റ് എന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ടീം ഇൻകം അഥവാ ഡിഫറൻസ് ഇൻകം 0 ആയിട്ട് മാറും. അത്തരത്തിൽ 0 ആകുമ്പോൾ മറ്റൊരു വരുമാനം ഈക്വൽ റാങ്കിന്റെ പേരിൽ ഈ കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹം വാങ്ങുന്ന വരുമാനത്തിന്റെ 15% വിത്തൗട്ട് എനി കണ്ടീഷൻ പ്രോ ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇദ്ദേഹമല്ല, ഈ ഒരു ടീമിൽ നിന്നും അടുത്തൊരു വ്യക്തി വന്നു, ഈ വ്യക്തിയാണ് അഫിലിയേറ്റ് ആവുന്നതെങ്കിൽ ഈ വ്യക്തിയുടെ ഈക്വൽ റാങ്ക് ഇൻകം താങ്കളിലേക്ക് നൽകപ്പെടും. അപ്പൊ അങ്ങനെ നമ്മുടെ ടോട്ടൽ ടീമിൽ നമ്മുടെ അതേ റാങ്കിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും ഈഗോ വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ സന്തോഷമേ ഉണ്ടാവൂ. കാരണം അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 15% നമുക്ക് വിത്തൗട്ട് എനി കണ്ടീഷൻ എലിജിബിൾ ആണ്. അത് നമ്മൾ ട്രില്യനിയർ എന്ന ടോപ്പ് റാങ്ക് എത്തിയാലും അവർ അവിടെ വന്ന് നിൽക്കും. അപ്പൊ ആ വ്യക്തികളുടെ ലൈഫ് ലോങ് 15% നമ്മളിലേക്ക് ഈക്വൽ റാങ്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിന് ഡയറക്റ്റ് സ്പോൺസറിങ് വേണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയ ആളുകൾ മാത്രമേ അങ്ങനെ കണക്ട് ആയാലാവൂ എന്ന് പ്രോ ലൈഫിന്റെ പ്ലാനിൽ നിബന്ധനയില്ല. സോ ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻകം ടു ക്രിയേറ്റ് ഫ്രണ്ട്ഷിപ്പ് അമംഗ് ദ ടീം.